പല പദ്ധതികളും പ്രഹസനമാകുന്ന കാഴ്ചകൾ ആണ് നമ്മൾ ഈ പിണറായി സർക്കാരിൽ കണ്ടിട്ടുള്ളത്. അതിൽ തന്നെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ള 400 കോടി രൂപയാണ് എന്നാണ് പറയുന്നത്. ഈ വാർത്തയുടെ വിശദീകരണം കൂടി. തിരുവനന്തപുരം നഗരസഭ ബജറ്റ് കഴിഞ്ഞ ദിവസമാണ് അവതരിപ്പിച്ചത്. ഡെപ്യൂട്ടി മേയർ കെ രാജു ആണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. ഇതിൽ വലിയ രീതിയിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ, വൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വയോജനക്ഷേമം, അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ, അത്തരത്തിൽ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ, അതും വമ്പൻ പദ്ധതികൾ, കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ബജറ്റിൽ ഉണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാർ തദ്ദേശ വകുപ്പിന് മാത്രം കുടിശ്ശികയായി നൽകാനുള്ളത് 3000 കോടി രൂപയാണ്. നിലവിൽ തദ്ദേശ വകുപ്പിന്റെ എല്ലാ പദ്ധതികളും പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പ്രതിസന്ധി കാരണം ഒരു പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രം സംസ്ഥാന സർക്കാർ കുടിശ്ശികയായിട്ടുള്ളത് 400 കോടി രൂപയാണ്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് 400 കോടി രൂപ നിലവിൽ കുടിശ്ശികയുണ്ട്. അതുകൊണ്ട് കോർപ്പറേഷന്റെ പദ്ധതികൾ, കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. അത് വെറും പ്രഹസനം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രത്തോളം വമ്പൻ പദ്ധതികൾ കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പ്രതിപക്ഷ ആരോപണവും ഇത് തന്നെയാണ്. കാരണം മുൻ വർഷങ്ങളിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ അതേ പകർപ്പ് തന്നെയാണ് ഇത്തവണത്തെയും ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ഇതൊക്കെ തന്നെ വലിയ കോടികൾ വകയിരുത്തുന്നു എന്നുള്ളതാണ് ബജറ്റിൽ പറയുന്ന ഒരു കാര്യം. പക്ഷേ നിലവിൽ തന്നെ 400 കോടി രൂപ കിട്ടാനുണ്ട്. പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാതെ അത്രത്തോളം പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്രത്തോളം കോടി രൂപയുടെ വലിയ പ്രഖ്യാപനങ്ങൾ. അത് നഗരത്തിന്റെ മുഖം തന്നെ മാറ്റുന്ന, നഗരത്തിനെ സൗന്ദര്യവൽക്കരിക്കും, വെള്ളക്കെട്ട് പരിഹരിക്കും, വയോജനക്ഷേമം, ഇത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് വെറും പ്രഹസനം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ആരോപണം. ശരി, ഏതായാലും പ്രഖ്യാപനങ്ങൾ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നത് തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ ബജറ്റ് അവതരണം എന്ന് വീണ്ടും മനസ്സിലാക്കുന്നതന്നെയാണ്. ഈ ബജറ്റിൽ തന്നെയാണ് ഇത്രയും അധികം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ തന്നെ തുക എവിടുന്ന് എന്നുള്ള കാര്യമാണ് ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിനം തന്നെയാണ്. ഈ കടമെടുപ്പ് പരിധിയിൽ ചർച്ച നടക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച നടക്കുന്നത്. ധനമന്ത്രിയും 4-അംഗ സമിതിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പ്രതിനിധികളും അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. സപ്ലൈകോ വിലവർധന അടക്കം ഒട്ടനവധി വാർത്തകൾ തന്നെയാണ് ഇന്ന് ഉള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.